രാത്രിയിൽ ഒരാൾ സ്വന്തം വീടിന്റെ വാതിലുകൾ അടയ്ക്കുമ്പോൾ താനിപ്പോൾ സുരക്ഷിതമായൊരിടത്താണെന്ന് അവന് തോന്നും. ഇനി ആരും തന്നെ ശല്യപ്പെടുത്തില്ലെന്നും സമാധാനമായി ഒന്നുറങ്ങാമെന്നും അവൻ കരുതുന്നു. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അതേ വീടിനടുത്ത് നിത്യേന ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന ഒരാൾ താമസിക്കാൻ തുടങ്ങിയാലോ? ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെട്ട് ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിന് ഭാരം തോന്നുന്ന ഒരു സാഹചര്യം അവർ സൃഷ്ടിക്കുന്നു. സ്വന്തം വീടുപോലും സമാധാനം തരുന്ന ഒരിടമല്ലെന്ന് പതിയെ നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. ഇത്തരം സാഹചര്യങ്ങളിൽ പലരും ദേഷ്യപ്പെടാറുണ്ട്. ചിലർ വഴക്കിടാൻ പോകുന്നു, മറ്റു ചിലർ ഉള്ളിലൊതുക്കി നീറിക്കഴിയുന്നു. എന്നാൽ ആചാര്യ ചാണക്യൻ പറയുന്നത്, എല്ലാ കാര്യങ്ങൾക്കും ദേഷ്യത്തോടെ പ്രതികരിക്കുന്ന ഒരാൾ തന്റെ ശത്രു ആഗ്രഹിക്കുന്ന അതേ തെറ്റുതന്നെയാണ് പലപ്പോഴും ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ടെങ്കിൽ, എല്ലാ ദിവസവും ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യമോർക്കുക: ഈ ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളും കൈ ഉയർത്തിക്കൊണ്ടല്ല ജയിക്കുന്നത്. തികച്ചും ശാന്തമായിരുന്ന് വിജയിക്കേണ്ട ചില യുദ്ധങ്ങളുമുണ്ട്. എന്നാൽ നിൽക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾക്കായി ഈ വീഡിയോ തയ്യാറാക്കാൻ ഞങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. പകരമായി ഒരു ലൈക്കും സ്നേഹം നിറഞ്ഞൊരു കമന്റും നിങ്ങൾക്ക് നൽകാമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ശരി, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളെ ശല്യപ്പെടുത്തുകയാണെന്ന് എതിരാളി കരുതുന്ന ചില പോരാട്ടങ്ങളുണ്ട്. എന്നാൽ സത്യത്തിൽ അവർ പതിയെ സ്വന്തം വലയിൽ തന്നെ അകപ്പെടുകയാണ് ചെയ്യുന്നത്. ശത്രുവുമായി പോരാടുന്നതിനു മുൻപ് അവരുടെ ചിന്താഗതി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. കാരണം മറ്റുള്ളവരെ അനാവശ്യമായി ശല്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും ഒരു വല്ലാത്ത അസ്വസ്ഥതയുണ്ടാകും. എതിരാളി ബുദ്ധിമുട്ടുന്നത് കാണുന്നതുവരെ ഇത്തരക്കാർക്ക് സമാധാനം ലഭിക്കില്ല. തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിങ്ങളെ ബാധിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ അവരുടെ ധൈര്യം വർദ്ധിക്കും. അവർ വീണ്ടും അതിനായി കൂടുതൽ ശ്രമിക്കാൻ തുടങ്ങും. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങളെ ഒട്ടും ബാധിക്കുന്നില്ല എന്ന് അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയാൽ അവരുടെ മനസ്സിനുള്ളിൽ ഒരു വല്ലാത്ത ശൂന്യത ജനിക്കാൻ തുടങ്ങും. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാകില്ല. ഇതുകൊണ്ടാണ് ശത്രുവിനെ നേരിടാൻ ആചാര്യ ചാണക്യൻ ചില തന്ത്രങ്ങൾ ഉപദേശിച്ചിട്ടുള്ളത്. അത് പുറമെ കാണാൻ വളരെ സാധാരണമാണെന്ന് തോന്നും. എന്നാൽ ശരിയായ സമയത്ത് പ്രയോഗിച്ചാൽ എതിരാളിയുടെ കളി തന്നെ അത് മാറ്റിമറിക്കും. ആദ്യം ഈ കാര്യം മനസ്സിലാക്കുക: നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ പ്രതികരണമാണ്. നിങ്ങൾ ദേഷ്യപ്പെടണമെന്നും അവരോട് കോർക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ ഇളക്കാൻ തനിക്ക് കഴിയുമെന്ന് അവർക്ക് തോന്നാൻ വേണ്ടി നിങ്ങൾ അവരോട് തർക്കിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ അവരുടെ ഈ പ്രതീക്ഷ തെറ്റിക്കുന്ന നിമിഷം തന്നെ കളിയുടെ ഗതി മാറാൻ തുടങ്ങും. പലപ്പോഴും നൽകപ്പെടാത്ത മറുപടികളാണ് ഏറ്റവും ശക്തമായതെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. ഒരാൾ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തികച്ചും ശാന്തനായിരുന്നാൽ പതിയെ അവരുടെ ആത്മവിശ്വാസം തകരാൻ തുടങ്ങും. തുടക്കത്തിൽ അവർ ഇതിനായി കൂടുതൽ ശ്രമിക്കും. ഒരുപക്ഷെ ഇത്തവണ നിങ്ങൾ പ്രതികരിക്കുമെന്ന് അവർ കരുതും. എന്നാൽ വീണ്ടും വീണ്ടും അതേ ശാന്തത കാണുമ്പോൾ അവരുടെ ഉള്ളിൽ അസ്വസ്ഥത വർദ്ധിക്കാൻ തുടങ്ങും. തങ്ങളുടെ ശ്രമങ്ങളെല്ലാം വെറുതെയാകുകയാണെന്ന് അവർക്ക് തോന്നിത്തുടങ്ങും. പലപ്പോഴും ഇത്തരം ആളുകൾ തന്നെ ദേഷ്യം വന്ന് അവർക്ക് വിനയാകുന്ന അബദ്ധങ്ങൾ ചെയ്തുകൂട്ടും. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്: നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക. എല്ലാ ചെറിയ കാര്യങ്ങൾക്കും നിങ്ങൾ പൊട്ടിത്തെറിച്ചാൽ എതിരാളി നിങ്ങളുടെ ദൗർബല്യം തിരിച്ചറിയും. എന്നാൽ നിങ്ങൾ ശാന്തനായിരുന്നാൽ അതേ ശാന്തത പതിയെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. ഇനി രണ്ടാമത്തെ കാര്യം, ചാണക്യനീതിയിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അകലം പാലിക്കുക എന്നത്. ആരെങ്കിലും തങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടത് അത്യാവശ്യമാണെന്ന് പലരും കരുതുന്നു. എല്ലാറ്റിനും കണക്ക് ചോദിക്കണം എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ബുദ്ധിമാനായ ഒരു വ്യക്തി എല്ലാ യുദ്ധങ്ങൾക്കും ഇറങ്ങിത്തിരിക്കില്ല എന്ന് ചാണക്യൻ പറയുന്നു. ഏത് യുദ്ധമാണ് പോരാടേണ്ടതെന്നും ഏതാണ് അവഗണിക്കുന്നതാണ് നല്ലതെന്നും അവൻ ആദ്യം നോക്കുന്നു. നിങ്ങളുടെ അയൽക്കാരൻ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഇടപെടുകയാണെങ്കിൽ അവരുടെ സാന്നിധ്യം നിങ്ങൾക്കൊരു വിഷയമേ അല്ലെന്ന് അവരെ പതിയെ ബോധ്യപ്പെടുത്തുക. അവരുമായി വളരെ കുറച്ച് മാത്രം സംസാരിക്കുക. അവരുടെ വാക്കുകളിൽ താൽപര്യം കാണിക്കാതിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അവരെക്കൊണ്ട് ഒരു ശല്യവും തോന്നുന്നില്ലെന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ തിരക്കിലാവുക. എതിരാളി തന്നെ ഗൗരവമായി എടുക്കുന്നില്ലെന്ന് ഒരു വ്യക്തിക്ക് തോന്നുമ്പോൾ അവരുടെ മനസ്സ് താനെ തണുക്കാൻ തുടങ്ങും. തന്റെ ശ്രമങ്ങൾക്ക് ഇനി അർത്ഥമില്ലെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങും. എന്നാൽ ഇവിടെ ആഴമേറിയ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ അവരെക്കാൾ മികച്ചവരാണെന്ന് അവർ കരുതുന്നതുകൊണ്ട് മാത്രം ശല്യം ചെയ്യുന്ന ചില അയൽക്കാരുണ്ട്. നിങ്ങളുടെ വളർച്ചയിൽ അവർക്ക് അസൂയയാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം അവർക്കിഷ്ടമല്ല. അല്ലെങ്കിൽ നിങ്ങളെ ശല്യപ്പെടുത്തിയാൽ നിങ്ങളെ ദുർബലരാക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ദേഷ്യപ്പെടുന്നതോ വഴക്കിടുന്നതോ പ്രശ്നം കൂടുതൽ വഷളാക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ അവരുടെ പ്രവർത്തികൾക്കിടയിലും നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നുവെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വല്ലാത്ത പരാജയബോധം ജനിക്കാൻ തുടങ്ങും.
ശത്രു സ്വയം തളർന്ന് പരാജയം സമ്മതിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് കേൾക്കുമ്പോൾ അല്പം വ്യത്യസ്തമായി തോന്നിയേക്കാം. എന്നാൽ ചാണക്യനീതിയിൽ ഇതിന് വളരെ ആഴത്തിലുള്ള പ്രാധാന്യമുണ്ട്. പലപ്പോഴും ശത്രുവിനെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും വ്യത്യസ്തമായ വഴി അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരോട് പെരുമാറുക എന്നതാണ്. എപ്പോഴും വഴക്കിടാൻ നിൽക്കുന്ന ഒരാളോട് ഒരു ദിവസം തികച്ചും സാധാരണ രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. അവരെ നമസ്കരിക്കുകയോ അവരോട് ശാന്തമായി പെരുമാറുകയോ ചെയ്താൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കുറച്ചുനേരത്തേക്ക് അവർക്ക് മനസ്സിലാകില്ല. അവരുടെ മുഴുവൻ തയ്യാറെടുപ്പും വഴക്കിടാനായിരിക്കും. എന്നാൽ മുന്നിൽ നിന്ന് ശാന്തത ലഭിക്കുമ്പോൾ അവരുടെ മനസ്സ് ആശയക്കുഴപ്പത്തിലാകും. ഇത്തരം പെരുമാറ്റം പലപ്പോഴും എതിരാളിയുടെ ഉള്ളിൽ ഒരു മടിയുണ്ടാക്കും. താൻ ശത്രുവായി കണ്ടിരുന്ന വ്യക്തി അത്ര മോശക്കാരനല്ലെന്ന് അവർക്ക് തോന്നിയേക്കാം. പലപ്പോഴും ഈ ചെറിയൊരു കാര്യം വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായി മാറും. എന്നാൽ ഇനി വരുന്നതാണ് ആചാര്യ ചാണക്യൻ ഏറ്റവും അപകടകരമെന്ന് കരുതിയിരുന്ന ആ തന്ത്രം. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. കാരണം ഒരാൾ നിങ്ങളെ ദീർഘകാലം ശല്യപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം നിറയുകയും ഉടൻ പ്രതികാരം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യും. എന്നാൽ തിടുക്കത്തിൽ പ്രതികാരം ചെയ്യുന്നവൻ പലപ്പോഴും സ്വന്തം നാശമാണ് വിളിച്ചുവരുത്തുന്നതെന്ന് ചാണക്യൻ പറയുന്നു. ബുദ്ധിമാനായ വ്യക്തി പെട്ടെന്ന് പ്രതികരിക്കില്ല. അവൻ സമയത്തിനായി കാത്തിരിക്കുന്നു, സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് ശരിയായ സമയം വരുമ്പോൾ എതിരാളിക്ക് കളി എപ്പോഴാണ് തിരിഞ്ഞതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കരുക്കൾ നീക്കുന്നു. ഒരു അയൽക്കാരൻ നിങ്ങളുടെ സമാധാനം വീണ്ടും വീണ്ടും കെടുത്തുന്നുണ്ടെങ്കിൽ, അവർ നിങ്ങളെ അനാവശ്യമായി ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ നീക്കവും ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. തിടുക്കത്തിൽ ഒരു നടപടിയെടുക്കുന്നതിനു പകരം ക്ഷമയോടെ കാത്തിരിക്കുക. കാരണം പലപ്പോഴും ഇത്തരക്കാർ തന്നെ അവർക്കെതിരെയുള്ള തെളിവുകളാകുന്ന അബദ്ധങ്ങൾ ചെയ്തുകൂട്ടും. തങ്ങളുടെ ഓരോ നീക്കവും നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്നും തങ്ങളുടെ കള്ളത്തരങ്ങൾ മറ്റാരുടെയെങ്കിലും മുന്നിൽ വെളിപ്പെടുമെന്നും ഒരു ദിവസം അവർക്ക് മനസ്സിലാകുമ്പോൾ അവരുടെ ഉള്ളിലെ ധൈര്യം പെട്ടെന്ന് ഇല്ലാതാകാൻ തുടങ്ങും. ഇന്നലെ വരെ നിങ്ങളെ ശല്യപ്പെടുത്തി രസിച്ചിരുന്ന അതേ വ്യക്തി തന്നെയായിരിക്കും അത്. എന്നാൽ ഇപ്പോൾ അവർ നിങ്ങളുടെ മുന്നിൽ വരാൻ പോലും മടിക്കും. ഇതുകൊണ്ടാണ് ബുദ്ധിമാനായ ഒരു വ്യക്തി തന്റെ ശക്തി മറച്ചുവെക്കുകയും ശരിയായ സമയം വരുമ്പോൾ മാത്രം അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന് ആചാര്യ ചാണക്യൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരുപക്ഷെ വളരെ കുറച്ചുപേർക്ക് മാത്രം മനസ്സിലാകുന്നൊരു കാര്യമാണിത്. പലപ്പോഴും അയൽക്കാരുമായുള്ള വഴക്ക് ഒരു ഒഴിവുകഴിവ് മാത്രമായിരിക്കും. യഥാർത്ഥ കാരണം മറ്റെന്തെങ്കിലുമായിരിക്കും. ചിലപ്പോൾ ഭൂമിയുടെ പ്രശ്നം, ചിലപ്പോൾ അസൂയ, ചിലപ്പോൾ പഴയ പിണക്കങ്ങളുടെ കഥ, അല്ലെങ്കിൽ എതിരാളി എന്തുകൊണ്ട് കീഴടങ്ങുന്നില്ല എന്ന വെറുമൊരു അഹങ്കാരം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ നേരിട്ട് പോരാട്ടത്തിനിറങ്ങിയാൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാകും. എന്നാൽ നിങ്ങൾ ശാന്തനായിരുന്ന് പതിയെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും ആളുകളുടെ സ്വഭാവം തിരിച്ചറിയുകയും ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയും ചെയ്താൽ അതേ പ്രശ്നം ഒരു ദിവസം നിങ്ങൾക്ക് അനുകൂലമായി മാറാൻ തുടങ്ങും. സ്വന്തം മനസ്സിനെ സ്ഥിരമാക്കി നിർത്താൻ കഴിയുന്നവന്റെ കൈകളിലാണ് യഥാർത്ഥ ശക്തിയുള്ളത് എന്നാണ് ആചാര്യ ചാണക്യന്റെ നീതി പറയുന്നത്. കാരണം മനസ്സ് സ്ഥിരമായ ഒരു വ്യക്തിയെ പ്രകോപിപ്പിക്കുക എന്നത് ഏതാണ്ട് അസാധ്യമാണ്. തന്റെ വാക്കുകൾ കൊണ്ട് ഇനി എതിരാളിയെ ഇളക്കാൻ കഴിയില്ലെന്ന് ശല്യപ്പെടുത്തുന്ന ഒരു വ്യക്തിക്ക് എന്ന് മനസ്സിലാകുന്നുവോ അന്ന് അയാളുടെ പകുതി ധൈര്യവും താനേ ഇല്ലാതാകും. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. കാരണം ചാണക്യനീതിയിൽ വളരെ കുറച്ചുപേർക്ക് മാത്രം അറിയാവുന്ന മറ്റൊരു തന്ത്രം കൂടിയുണ്ട്. ഈ തന്ത്രം എത്രത്തോളം ശാന്തമാണെന്നാൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് യഥാർത്ഥ കളി എപ്പോഴാണ് തുടങ്ങിയതെന്ന് മനസ്സിലാക്കാൻ പോലുമാകില്ല. ആളുകൾക്ക് മനസ്സിലാകുമ്പോഴേക്കും സാഹചര്യങ്ങൾ പൂർണ്ണമായും മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. ഏറ്റവും കരുത്തനെന്ന് തോന്നുന്ന ശത്രു പോലും പലപ്പോഴും പെട്ടെന്ന് ദുർബലനാകാൻ കാരണം ഈ തന്ത്രമാണ്. എന്നാൽ ആ തന്ത്രം മനസ്സിലാക്കുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയേണ്ടതുണ്ട്. കാരണം ആ കാര്യം മനസ്സിലാക്കാതെ ഒരാൾ ആ അവസാന തന്ത്രം പ്രയോഗിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും ഫലം മറിച്ചായേക്കാം. യഥാർത്ഥ കളി തുടങ്ങുന്നതും ഇവിടെ നിന്നാണ്. ഒരു അയൽക്കാരൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ സമാധാനം കെടുത്തുമ്പോൾ ദേഷ്യത്തോടെ പെട്ടെന്ന് പ്രതികരിക്കുന്നത് പലപ്പോഴും ഏറ്റവും വലിയ തെറ്റായി മാറുമെന്ന് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കി. കാരണം ഇത്തരം ആളുകൾ നിങ്ങളുടെ സമാധാനമല്ല, നിങ്ങളുടെ പ്രതികരണമാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ഓരോ വാക്കിലും നിങ്ങൾ പ്രകോപിതരാകുന്നുവെന്ന് തോന്നുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സന്തോഷം ലഭിക്കുന്നു. നിങ്ങളെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുമെന്ന് അവർ കരുതുന്നു. എന്നാൽ നിങ്ങൾ ശാന്തരായിരിക്കാൻ തുടങ്ങുന്ന നിമിഷം, അവരുടെ ഓരോ ശ്രമത്തിനും നിങ്ങൾ വിലകൽപ്പിക്കാതിരിക്കുന്ന നിമിഷം മുതൽ കളി പതിയെ മാറാൻ തുടങ്ങുന്നു. ബുദ്ധിമാനായ ഒരു വ്യക്തി താൻ ശത്രുവിന്റെ തന്ത്രം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ഒരിക്കലും ശത്രുവിനെ ബോധ്യപ്പെടുത്തില്ല എന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. പുറമെ അയാൾ തികച്ചും സാധാരണക്കാരനായി കാണപ്പെടും. എന്നാൽ ഉള്ളിന്റെയുള്ളിൽ ഓരോ കാര്യവും ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നിന്നാണ് വളരെ കുറച്ചുപേർക്ക് മാത്രം മനസ്സിലാകുന്ന ചാണക്യനീതിയുടെ ആ ഭാഗം തുടങ്ങുന്നത്. കാരണം പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ തന്ത്രം തികച്ചും സാധാരണമാണെന്ന് തോന്നും. എന്നാൽ ഇതിന്റെ സ്വാധീനം വളരെ വലുതാണ്. നിങ്ങളെ ശല്യപ്പെടുത്തുന്ന അയൽക്കാരൻ നിങ്ങൾ ദുർബലനാണെന്ന് പതിയെ വിശ്വസിക്കാൻ തുടങ്ങുന്നതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർ കരുതുന്നു. അതുകൊണ്ട് അവർ കൂടുതൽ ധൈര്യം കാണിക്കാൻ തുടങ്ങും.
എന്നാൽ ചിലപ്പോൾ ശത്രുവിനെ അവരുടെ സ്വന്തം തെറ്റിദ്ധാരണയിൽ തുടരാൻ അനുവദിക്കുന്നതും ഒരു തന്ത്രമാണെന്ന് ചാണക്യൻ പറയുന്നു. കാരണം ഒരാൾ സ്വയം വളരെ ശക്തനാണെന്ന് കരുതുമ്പോഴാണ് ഏറ്റവും വലിയ തെറ്റുകൾ ചെയ്യുന്നത്. നിങ്ങളുടെ അയൽക്കാരൻ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കുക. കാരണം മാനസികമായി കരുത്തുള്ളവന് മാത്രമേ ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാൻ കഴിയൂ. പലരും ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങി അവരുടെ ഒരു ദിവസം മുഴുവൻ നശിപ്പിക്കുന്നു. സ്വന്തം ജോലിയിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറി തങ്ങളെ ശല്യപ്പെടുത്തിയ ആളിൽ മാത്രം അത് കേന്ദ്രീകരിക്കുന്നു. എന്നാൽ ഇതാണ് ആളുകൾ കുടുങ്ങി സ്വന്തം ഊർജം പാഴാക്കുന്ന ആ വല. തന്റെ ശത്രുവിന് എപ്പോഴും മനസ്സിൽ ഇടം നൽകുന്ന വ്യക്തി അറിയാതെ അവരുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. അതിനാൽ ആദ്യം ആ വ്യക്തിയിൽ നിന്ന് സ്വന്തം മനസ്സിനെ മോചിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ വ്യാപൃതരാകുമ്പോൾ, തന്റെ പ്രവൃത്തികൾക്ക് യാതൊരു ഫലവുമില്ലെന്ന് എതിരാളിക്ക് പതിയെ മനസ്സിലാകാൻ തുടങ്ങും. പലപ്പോഴും അത്തരം ആളുകൾ അപ്പോൾ കൂടുതൽ ശ്രമിക്കും. അവർ പുതിയ തന്ത്രങ്ങൾ പ്രയോഗിക്കും. ചിലപ്പോൾ ശബ്ദമുണ്ടാക്കി ശല്യപ്പെടുത്തും, ചിലപ്പോൾ അനാവശ്യമായി സംസാരിക്കാൻ വരും, ചിലപ്പോൾ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ ഈ സമയത്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടത്. കാരണം ക്ഷമ നശിക്കുന്നവനാണ് തന്റെ ശത്രുവിന് വിജയിക്കാൻ അവസരം നൽകുന്നതെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുക. എല്ലാ അയൽക്കാരുടെയും സ്വഭാവം ഒരുപോലെയല്ല. വഴക്കിടുക എന്നത് ശീലമായതുകൊണ്ട് മാത്രം ശല്യം ചെയ്യുന്ന ചിലരുണ്ട്. എന്നാൽ നിങ്ങൾ അവരെക്കാൾ മുന്നേറുന്നു എന്ന് കരുതുന്നതുകൊണ്ട് നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ചിലരുമുണ്ട്. നിങ്ങളുടെ പുരോഗതി അവരിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു. നിങ്ങളെ ശല്യപ്പെടുത്തിയാൽ ഒരുപക്ഷേ നിങ്ങളുടെ വേഗത കുറയുമെന്ന് അവർ കരുതുന്നു. എന്നാൽ ഇത്തരം ആളുകൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ പുരോഗതി നിൽക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് എന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾ ശാന്തരായി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകുമ്പോൾ എതിരാളി പതിയെ ഉള്ളിൽ നിന്ന് തോൽക്കാൻ തുടങ്ങും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരാൾ നിങ്ങളെ എല്ലാ ദിവസവും ശല്യപ്പെടുത്താൻ ശ്രമിക്കുകയും എങ്കിലും നിങ്ങൾ മുമ്പത്തേക്കാൾ ശക്തരും സ്ഥിരതയുള്ളവരുമായി മാറുന്നുവെന്ന് അവർക്ക് തോന്നുകയും ചെയ്താൽ അവരുടെ മനസ്സിൽ എന്തായിരിക്കും സംഭവിക്കുക? താൻ ദുർബലനെന്ന് കരുതിയ വ്യക്തി അത്ര ദുർബലനല്ലല്ലോ എന്ന ഭയം അവരുടെ മനസ്സിൽ പതിയെ ഉണ്ടാകാൻ തുടങ്ങും. ഇവിടെ നിന്നാണ് ചാണക്യന്റെ മൂന്നാമത്തെ ആഴമേറിയ തന്ത്രം തുടങ്ങുന്നത്. പലപ്പോഴും ശത്രുവിനെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം അവരുടെ മുന്നിൽ നിങ്ങളുടെ ദൗർബല്യമല്ല, മറിച്ച് നിങ്ങളുടെ സ്ഥിരത കാണിക്കുക എന്നതാണ് എന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. സ്ഥിരത എന്ന് പറയുന്നത് നിങ്ങൾ ഭയന്നുപോയി എന്നല്ല. സ്ഥിരത എന്നാൽ നിങ്ങൾ സാഹചര്യം മനസ്സിലാക്കുന്നുണ്ടെന്നും എന്നാൽ യാതൊരു ബഹളവുമില്ലാതെ ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയുമാണെന്നാണ് അർത്ഥം. എതിരാളി വീണ്ടും വീണ്ടും ശ്രമിക്കുകയും ഓരോ തവണയും അവർക്ക് ഒരേ ശാന്തമായ പ്രതികരണം ലഭിക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരുതരം ക്ഷീണമുണ്ടാകാൻ തുടങ്ങും. തന്റെ ശ്രമങ്ങൾക്ക് ഒരുപക്ഷേ ഇനി അർത്ഥമില്ലെന്ന് അവർക്ക് തോന്നിത്തുടങ്ങും. എന്നാൽ ഈ സമയത്താണ് പലർക്കും തെറ്റുപറ്റുന്നത്. എതിരാളി അല്പം ശാന്തനാകുമ്പോൾ ഇപ്പോൾ എല്ലാം ശരിയായി എന്ന് ആളുകൾ കരുതുന്നു. എന്നാൽ ബുദ്ധിമാനായ ഒരു വ്യക്തി മുന്നിലെ സാഹചര്യം മാത്രം കണ്ട് തീരുമാനമെടുക്കില്ല എന്ന് ചാണക്യൻ പറയുന്നു. എതിരാളിയുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്നും അവൻ നോക്കുന്നു. പലപ്പോഴും വ്യക്തി പുറമെ ശാന്തനായി കാണപ്പെടും, എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അവസരം കാത്തിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ജാഗ്രതയും ക്ഷമയും ഒരേപോലെ അത്യാവശ്യമാണ്. ഇവിടെ നിന്നാണ് പലർക്കും മനസ്സിലാകാത്ത ചാണക്യന്റെ ആ തന്ത്രം തുടങ്ങുന്നത്. കാരണം ഈ തന്ത്രം ബഹളമുണ്ടാക്കിക്കൊണ്ടല്ല പ്രയോഗിക്കുന്നത്. ഇത് തികച്ചും ശാന്തമായ രീതിയിലാണ് നടപ്പിലാക്കുന്നത്. ഒരു വ്യക്തി നിങ്ങളുടെ സമാധാനം വീണ്ടും വീണ്ടും കെടുത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ ശീലങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങുക എന്ന് ചാണക്യൻ പറയുന്നു. അവർ ഏത് സമയത്ത് എന്തു ചെയ്യുന്നു, ഏത് കാര്യത്തിലാണ് പ്രകോപിതനാകുന്നത്, എന്തു കാണുമ്പോഴാണ് അസ്വസ്ഥനാകുന്നത്, നിങ്ങളിതൊക്കെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ദൗർബല്യം നിങ്ങൾക്ക് പതിയെ കാണാൻ കഴിയും. ഓരോ മനുഷ്യന്റെയുള്ളിലും എന്തെങ്കിലും ഒരു ദൗർബല്യം തീർച്ചയായും ഉണ്ടാകും. ചിലർ അവരുടെ അഹങ്കാരം കാരണം തെറ്റ് ചെയ്യുന്നു, ചിലർ അവരുടെ തിടുക്കം കൊണ്ടും മറ്റു ചിലർ അവരുടെ ശീലങ്ങൾ കൊണ്ടും അബദ്ധങ്ങൾ കാണിക്കുന്നു. ഒരാൾ നിങ്ങളെ വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തുമ്പോൾ അവൻ തന്നെ ശ്രദ്ധിക്കാത്ത പല തെറ്റുകളും അവന്റെ പെരുമാറ്റത്തിൽ അവൻ പലപ്പോഴും വരുത്തുന്നുണ്ടാകും. എന്നാൽ ശാന്തമായ മനസ്സോടെ ഒരാൾ അവനെ നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണാൻ സാധിക്കും. ഇവിടെ നിന്നാണ് യഥാർത്ഥ കളി ആരംഭിക്കുന്നത്. കാരണം എതിരാളിയുടെ ദൗർബല്യം നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ ശരിയായ സമയത്ത് ഏത് ചുവടാണ് വെക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. കളി തിരിയാൻ പോകുകയാണെന്ന് അവന് സ്വയം ഒരു സൂചന പോലുമില്ലാത്ത അവസ്ഥയാണ് ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് ചാണക്യൻ പറയുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു ആഴമേറിയ കാര്യം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം ഇനി അവസരം ലഭിച്ചാലുടൻ എതിരാളിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പലപ്പോഴും ആളുകൾ ചിന്തിച്ചേക്കാം. എന്നാൽ ചാണക്യന്റെ നീതി അത്ര ലളിതമല്ല. ശരിയായ സമയത്തിന് മുൻപ് വയ്ക്കുന്ന ചുവടുകൾ പലപ്പോഴും സ്വന്തം നാശത്തിന് തന്നെ കാരണമാകുമെന്ന് ചാണക്യൻ പറയുന്നു. അതുകൊണ്ട് ബുദ്ധിമാനായ വ്യക്തി എപ്പോഴും 2 ചുവട് മുന്നോട്ട് ചിന്തിക്കുന്നു. അവനിപ്പോൾ എന്ത് ചെയ്യണമെന്നത് മാത്രമല്ല നോക്കുന്നത്, മറിച്ച് അതിനുശേഷം എന്ത് സംഭവിക്കുമെന്നും അവൻ ചിന്തിക്കുന്നു.
ഇവിടെയാണ് വളരെ കുറച്ചുപേർക്ക് മാത്രം അറിയാവുന്ന ചാണക്യന്റെ ആ അവസാന തന്ത്രം വരുന്നത്. ഈ തന്ത്രം എത്രത്തോളം ആഴമേറിയതാണെന്നാൽ എതിരാളി അത് മനസ്സിലാക്കുമ്പോഴേക്കും സാഹചര്യങ്ങൾ പൂർണ്ണമായും മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. ഇന്നലെ വരെ നിങ്ങളെ ശല്യപ്പെടുത്തി സന്തോഷിച്ചിരുന്ന അതേ വ്യക്തി പെട്ടെന്ന് കരുതലോടെയിരിക്കും. അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. നിങ്ങളിപ്പോൾ പഴയതുപോലെയല്ല എന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങും. എന്നാൽ ആ അവസാന തന്ത്രം മനസ്സിലാക്കുന്നതിനു മുൻപ് മറ്റൊരു സത്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആ സത്യം അറിയാതെ ആരെങ്കിലും ഈ തന്ത്രം പ്രയോഗിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും കാര്യങ്ങൾ വിപരീതമായി സംഭവിച്ചേക്കാം. ഇനിയെല്ലാം മനസ്സിലായി എന്ന് ആളുകൾ കരുതുന്നതുകൊണ്ടുതന്നെ പലർക്കും തെറ്റുപറ്റുന്നതും ഇവിടെയാണ്. എന്നാൽ സത്യത്തിൽ ചാണക്യന്റെ യഥാർത്ഥ നീതി ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ഇനി ആ രഹസ്യനീതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എത്ര വലിയ ശാഠ്യക്കാരനായ ശല്യം ചെയ്യുന്ന അയൽക്കാരൻ പോലും പെട്ടെന്ന് ശാന്തനാകാനും പതിയെ അവൻ സ്വയം നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാനും കാരണമായ ആ തന്ത്രം എന്തായിരുന്നുവെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം താൻ ഇതുവരെ ദുർബലനെന്ന് കരുതിയിരുന്ന വ്യക്തി സത്യത്തിൽ തന്നേക്കാൾ എത്രയോ മടങ്ങ് ബുദ്ധിമാനാണെന്ന് അവൻ തിരിച്ചറിയും. ഒരു അയൽക്കാരൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ സമാധാനം കെടുത്തുമ്പോൾ ഉടൻ ദേഷ്യപ്പെട്ട് പ്രതികരിക്കുന്നത് പലപ്പോഴും അവരുടെ കളി കൂടുതൽ ശക്തമാക്കുക മാത്രമേ ഉള്ളൂ എന്ന് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ശാന്തമായിരിക്കുക, അകലം പാലിക്കുക, എതിരാളിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുക എന്നിവയാണ് യഥാർത്ഥ തുടക്കമെന്നും നിങ്ങൾ മനസ്സിലാക്കി. എന്നാൽ വളരെ കുറച്ചുപേർക്ക് മാത്രം മനസ്സിലാകുന്ന ചാണക്യനീതിയുടെ ഭാഗം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കാരണം ഇവിടെ നിന്ന് കാര്യങ്ങൾ സഹിക്കുക എന്നതു മാത്രമല്ല, ഇവിടെ നിന്ന് കാര്യങ്ങൾ തന്ത്രങ്ങളുടേതായി മാറുന്നു. എപ്പോഴും വഴക്കിടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തി എതിരാളി എത്ര കാലം മിണ്ടാതിരിക്കുമെന്ന് പലപ്പോഴും മറന്നുപോകുന്നുവെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. പലപ്പോഴും ശാന്തനായിരിക്കുന്ന വ്യക്തി ദുർബലനായിരിക്കില്ല. അവൻ സമയത്തെ മനസ്സിലാക്കുകയായിരിക്കും. എപ്പോൾ ഏത് തന്ത്രം പ്രയോഗിക്കണമെന്ന് അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അയൽക്കാരൻ ദീർഘകാലമായി നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇനി സഹിക്കുന്നത് മാത്രം ഒരു പരിഹാരമല്ല. ബുദ്ധിപരമായി മുന്നോട്ടു പോകേണ്ടത് ഇപ്പോൾ അത്യാവശ്യമാണ്. ബുദ്ധിമാനായ വ്യക്തി ഒരിക്കലും നേരിട്ടുള്ള പോരാട്ടത്തിന് ഇറങ്ങില്ല എന്ന് ചാണക്യൻ പറയുന്നു. അവൻ ആദ്യം സാഹചര്യങ്ങളെ തനിക്ക് അനുകൂലമാക്കി മാറ്റുന്നു. ഇതിനർത്ഥം പിന്നീട് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തീരുമാനവും തിടുക്കത്തിലെടുക്കാൻ പാടില്ല എന്നാണ്. മറിച്ച് എതിരാളിക്ക് സ്വയം അസ്വസ്ഥത തോന്നുന്ന ഒരു സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കണം. ഇനി കാര്യങ്ങൾ പഴയതുപോലെയല്ല എന്നൊരാൾക്ക് തോന്നിത്തുടങ്ങുമ്പോൾ അവന്റെ പെരുമാറ്റത്തിൽ പതിയെ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന ആളുകൾ പലപ്പോഴും അവർ പുറമെ കാണിക്കാൻ ശ്രമിക്കുന്ന അത്ര ശക്തർ ഒറ്റയ്ക്കായിരിക്കില്ല എന്നത് എപ്പോഴും കാണാറുള്ളതാണ്. എതിരാളി ഒന്നും ചെയ്യില്ല എന്ന് തോന്നുന്നിടത്തോളം കാലമേ അവരുടെ ധൈര്യം നിൽക്കുകയുള്ളൂ. എന്നാൽ എതിരാളിക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു എന്ന് അവർക്ക് തോന്നുന്ന നിമിഷം അവരുടെ മനസ്സിൽ ഭയമുണ്ടാകാൻ തുടങ്ങും. ഈ ഭയം പതിയെ അവരുടെ പെരുമാറ്റത്തെ മാറ്റുന്നു. ഇനി ഇവിടെയാണ് ചാണക്യന്റെ നാലാമത്തെയും ഏറ്റവും ആഴമേറിയതുമായ തന്ത്രം ആരംഭിക്കുന്നത്. ഈ തന്ത്രം ബഹളമുണ്ടാക്കി പ്രയോഗിക്കുന്നതല്ല, തികച്ചും ശാന്തമായ രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തി നിങ്ങളുടെ സമാധാനം കെടുത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങുക എന്ന് ചാണക്യൻ പറയുന്നു. അയാൾ എപ്പോഴാണ് ശബ്ദമുണ്ടാക്കുന്നത്, എപ്പോഴാണ് വഴക്കിടുന്നത്, എപ്പോഴാണ് പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഏത് കാര്യത്തിലാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണെന്നും പതിയെ നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. ഓരോ വ്യക്തിക്കും എന്തെങ്കിലുമൊരു ദൗർബല്യം തീർച്ചയായും ഉണ്ടാകും. ചിലർ അഹങ്കാരം കൊണ്ട് തെറ്റായ ചുവടുകൾ വയ്ക്കും. ചിലർ തിടുക്കം കാരണം അബദ്ധങ്ങൾ കാട്ടും. മറ്റു ചിലരാകട്ടെ സ്വന്തം ശീലങ്ങൾ കൊണ്ടുതന്നെ സ്വയം കുഴപ്പത്തിൽ ചാടും. ശാന്തമായ മനസ്സോടെ നിങ്ങൾ ഒരു വ്യക്തിയെ ദീർഘകാലം നിരീക്ഷിക്കുമ്പോൾ അയാളുടെ ഈ ദൗർബല്യങ്ങൾ പതിയെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇവിടെ നിന്നാണ് ബുദ്ധിമാനായ വ്യക്തി തന്റെ യഥാർത്ഥ കരുക്കൾ നീക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം വളരെ അത്യാവശ്യമാണ്. എതിരാളിയുടെ ദൗർബല്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പോലും പെട്ടെന്ന് ആക്രമിക്കാൻ പാടില്ല എന്ന് ചാണക്യൻ പറയുന്നു. കാരണം പലപ്പോഴും തിടുക്കത്തിൽ നടത്തുന്ന ആക്രമണങ്ങളും വിപരീതമായി ഭവിച്ചേക്കാം. അതുകൊണ്ട് ബുദ്ധിമാനായ വ്യക്തി എപ്പോഴും ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നു. സമയം ശരിയായിരിക്കുമ്പോൾ ഒരു ചെറിയ തന്ത്രം പോലും വളരെ വലിയ ഫലമുണ്ടാക്കും. നിങ്ങളുടെ അയൽക്കാരൻ എപ്പോഴും വഴക്കിടാൻ ശ്രമിക്കുന്നുവെന്ന് വിചാരിക്കുക. എപ്പോഴും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ എല്ലാ തവണയും ശാന്തനായിരിക്കുകയും ആരാണ് ശരി, ആരാണ് തെറ്റ് എന്ന് പതിയെ മറ്റുള്ളവർ കണ്ടു തുടങ്ങുകയും ചെയ്താൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലും മാറ്റം വരാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് ആരാണെന്ന് ആളുകൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറി തുടങ്ങുമ്പോൾ എതിരാളിക്ക് സ്വയം അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങും. ബഹളമുണ്ടാക്കാതെ കാര്യങ്ങൾ മാറാൻ തുടങ്ങുന്ന ചാണക്യന്റെ ആ നീതി ഇതാണ്. കാരണം ഈ ലോകത്ത് പല യുദ്ധങ്ങളും ഒറ്റയ്ക്ക് പോരാടി ജയിക്കേണ്ടതല്ല, മറിച്ച് സാഹചര്യങ്ങളെ തനിക്ക് അനുകൂലമാക്കി മാറ്റി വിജയിക്കേണ്ടതാണ്. ആരാണ് തെറ്റ് ചെയ്യുന്നതെന്ന് ചുറ്റുമുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ തുടങ്ങുമ്പോൾ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആ വ്യക്തിയുടെ ശക്തി താനെ കുറയാൻ തുടങ്ങും. എല്ലാ ദിവസവും നിങ്ങളെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന ആ വ്യക്തി പതിയെ അല്പം കൂടുതൽ ജാഗ്രത പാലിക്കാൻ തുടങ്ങും.
തന്റെ പ്രവൃത്തികൾ ഇപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നും. ഇപ്പോൾ സാഹചര്യം പഴയതുപോലെയല്ല എന്നറിയുമ്പോൾ അയാളുടെ ധൈര്യം കുറയാൻ തുടങ്ങുന്ന നിമിഷം കൂടിയാണിത്. കാരണം തങ്ങളെ തടയാൻ ആരുമില്ല എന്ന് തോന്നുന്നിടത്തോളം കാലം മാത്രമേ ഇത്തരം ആളുകൾ ധീരരായി നടക്കുകയുള്ളൂ. എന്നാൽ എതിരാളി ഇപ്പോൾ കൂടുതൽ ബുദ്ധിമാനായി എന്നവർക്ക് മനസ്സിലാകുമ്പോൾ, ആളുകളും ഇപ്പോൾ സാഹചര്യം മനസ്സിലാക്കുന്നുണ്ട് എന്നറിയുമ്പോൾ അവരുടെ ഉള്ളിലെ ആത്മവിശ്വാസം പതിയെ തകരാൻ തുടങ്ങും. വലിയൊരു വഴക്കില്ലാതെ തന്നെ കാര്യങ്ങൾ മാറാൻ തുടങ്ങുന്ന നിമിഷവും പലപ്പോഴും ഇതായിരിക്കും. ഇന്നലെ വരെ നിങ്ങളെ ശല്യപ്പെടുത്തി സന്തോഷിച്ചിരുന്ന അതേ അയൽക്കാരൻ ഇപ്പോൾ പതിയെ അകലം പാലിക്കാൻ തുടങ്ങും. ബഹളം കുറവും എന്നാൽ ഫലം വലുതുമായിട്ടുള്ളതാണ് യഥാർത്ഥ വിജയം എന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. കാരണം ശത്രു സ്വയം പിന്മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ തന്ത്രം വിജയിച്ചു എന്ന് മനസ്സിലാക്കണം. എന്നാൽ വളരെ കുറച്ചുപേർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ആഴമേറിയ മറ്റൊരു കാര്യം കൂടി ഇതിൽ മറഞ്ഞിരിപ്പുണ്ട്. കാരണം എതിരാളി കുറച്ചു സമയത്തേക്ക് ശാന്തനാകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ അവരുടെ മനസ്സിൽ ഇപ്പോഴും അതേ അഹങ്കാരവും അതേ ചിന്തയും ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഇവിടെയാണ് ചാണക്യനീതിയുടെ ഏറ്റവും രഹസ്യമായ ഭാഗം കടന്നുവരുന്നത്. കാരണം ഒരു വ്യക്തിയുടെ മനസ്സിൽ അഹങ്കാരം ബാക്കിയുണ്ടെങ്കിൽ അവർ എപ്പോൾ വേണമെങ്കിലും അതേ തെറ്റ് വീണ്ടും ആവർത്തിച്ചേക്കാം എന്ന് ചാണക്യൻ പറയുന്നു. അതുകൊണ്ട് ബുദ്ധിമാനായ വ്യക്തി ഒരിക്കൽ മാത്രം ലഭിക്കുന്ന വിജയത്തിൽ തൃപ്തനാകില്ല. എതിരാളിക്ക് വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാനുള്ള ധൈര്യം പോലും ലഭിക്കുന്നില്ല എന്നവൻ ഉറപ്പുവരുത്തുന്നു. ഈ അവസാന രഹസ്യതന്ത്രമാണ് എത്ര ശാഠ്യക്കാരനായ ശല്യപ്പെടുത്തുന്ന അയൽക്കാരനെപ്പോലും പലപ്പോഴും എന്നേക്കുമായി ശാന്തനാക്കുന്നത്. എന്നാൽ ആ തന്ത്രം മനസ്സിലാക്കാൻ മറ്റൊരു ആഴമേറിയ സത്യം കൂടി അറിയേണ്ടതുണ്ട്. കാരണം ആ സത്യമറിയാതെ ഈ തന്ത്രം പ്രയോഗിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഫലം വേണ്ടത്ര കാര്യക്ഷമമാകില്ല.